അസ്സലാമു അലൈക്കും. നമസ്കാരം. ഞാൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് വന്നിട്ടോ. സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന ഒരുപാട് പ്രവാസികൾ കമ്പനിയിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, മോസസയിൽ ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ നാട്ടിലേക്ക് റീഎൻട്രി അടിച്ച് പോകുന്ന സമയത്ത് കമ്പനിയോ അല്ലെങ്കിൽ മോസസയിലുള്ള സ്പോൺസറോ മറ്റോ എന്ത് ചെയ്യും പറയും, ഒരാൾ ജാമ്യം നിന്നാലേ നിങ്ങൾക്ക് റീഎൻട്രി തരുകയുള്ളൂ എന്ന് പറയും. നിങ്ങൾ അങ്ങനെ കമ്പനി പറയുകയാണെങ്കിൽ നിങ്ങളെ കോൺട്രാക്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ലീവ് തരേണ്ട സമയമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ലേബർ കോർട്ടിനെ സമീപിക്കാവുന്നതാണ്. ആൾ ജാമ്യത്തിൻ്റെ ആവശ്യം അവിടെ ഇല്ല. ചില കമ്പനികൾ എന്ത് എക്സിറ്റ് അടിച്ച് പോകുകയാണെങ്കിൽ അവർ പറയും പേപ്പറിൽ സൈൻ ചെയ്യണം. ആ പേപ്പർ സൈൻ ചെയ്യുമ്പോൾ നിങ്ങൾ വായിച്ച് നോക്കുക എന്താണ് പേപ്പറിൽ എഴുതിയത്. ഏത് ഭാഷയിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്യാനുള്ള സൗകര്യമുണ്ട്, മലയാളത്തിലേക്ക് ഇംഗ്ലീഷൊക്കെ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ബോധിച്ചു, നിങ്ങൾക്ക് കിട്ടാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും ശമ്പളവും മറ്റും ബോധിച്ചു എന്നുള്ള പേപ്പറായിരിക്കാം. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ബാങ്ക് മുഖേനയോ കയ്യിലോ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈൻ ചെയ്യാവുന്നതാണ്. അല്ലാതെ നിങ്ങൾ സൈൻ ചെയ്യരുത്. സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ അത് കിട്ടരുകയില്ല. റീഎൻട്രിക്ക് പോവുകയാണെങ്കിൽ ആൾ ജാമ്യം നിൽക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് ഇല്ല. നിങ്ങളുടെ കരാർ അനുസരിച്ച് നിങ്ങളുടെ കാലാവധിക്ക് നിങ്ങൾക്ക് റീഎൻട്രി തരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാവുന്നതാണ്, ലേബർ കോർട്ടിനെ. ആൾജാമ്യത്തിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. മറക്കണ്ട. എന്ത് സംശയം വിളിക്കാം. അസ്സലാമു അലൈക്കും.